ട്രേഡിങ്ങിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റം എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ എഫേർട്സ് കുറക്കുക അല്ലെ, മനുഷ്യന്മാരുടെ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ എഫേർട്സ് കുറക്കുക, കുറച്ചും കൂടി അവർ ചെയ്യുന്ന വർക്കുകൾ ഈസി ആക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുക, അതായത് നമ്മളുടെ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടടുത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് എല്ലാ മേഖലയിലും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർ എല്ലാ മേഖലയിലും മുന്നിലെത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ്. അപ്പോൾ ട്രേഡിങ്ങിലാണെങ്കിലും മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഷിബിലിയുമായിട്ട് നമ്മൾ കഴിഞ്ഞ 1-2 എപ്പിസോഡുകൾ ബിസിനസ്സിനെ കുറിച്ചും അദ്ദേഹം ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത സ്ട്രാറ്റജികളെക്കുറിച്ചും അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടാക്കാനായിട്ട് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ഒരു എപ്പിസോഡിലെ ഇപ്പം നിങ്ങൾ ട്രേഡിംഗ് ഒക്കെ നടത്തുന്ന ഒരാളാണ്. ഞാൻ നമ്മുടെ സുഹൃത്ത് നിഖിലിനോടും ചോദിക്കാനിരിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ ഷിബിലിയോടുള്ള ചോദ്യം ഒരുപക്ഷെ നമ്മുടെ ആളുകൾക്ക് ഹെൽപ്ഫുള്ളാണ്. ഷിബിലി, ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ഭയങ്കര വ്യാപകമായിട്ട് വരികയാണ്. എല്ലാ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്വാധീനം ഭയങ്കര വലുതാണ്. ഇനി വരും കാലഘട്ടങ്ങളിൽ അതെന്താണ് മാറ്റം വരുത്താൻ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ട്രേഡിങ്ങിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുകയറ്റം എങ്ങനെയായിരിക്കുമെന്നാണ് താങ്കൾ വിശ്വസിക്കുന്നത്? ശരിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ടോപ്പിക്ക് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യന്മാരുടെ എഫേർട്സ് കുറക്കുക അല്ലെ, മനുഷ്യന്മാരുടെ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ എഫേർട്സ് കുറക്കുക, കുറച്ചും കൂടി അവർ ചെയ്യുന്ന വർക്കുകൾ ഈസി ആക്കുക. അതിന് വേണ്ടിയിട്ട് ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുക, അതായത് നമ്മളുടെ ഇന്റലിജൻസ് ഉപയോഗിക്കേണ്ടടുത്ത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇന്റലിജൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ അത് എല്ലാ മേഖലയിലും ഒരുപോലെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ കൂടെ അപ്ഡേറ്റഡ് ആയിട്ട് പോകുന്ന ആൾക്കാർ എല്ലാ മേഖലയിലും മുന്നിലെത്തുന്നുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മളത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിലാണ്. അപ്പോൾ ട്രേഡിങ്ങിലാണെങ്കിലും നേരത്തെ തന്നെ ഇത്തരം ടെക്നോളജി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഓട്ടോമേഷൻസ് ആണെന്നുണ്ടെങ്കിലും അതെ, ഓട്ടോമേഷൻസും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും റോബോട്ടിക്സ് എന്നുള്ള രീതിയിലാണത് വരുന്നത്. അതൊക്കെ ജെനുവിനാണോ? അതെ, അവിടെയാണ് നമ്മൾ സംസാരിക്കാനുള്ളത്. ഇപ്പോൾ ട്രേഡിങ്ങിന്റെ പേരും പറഞ്ഞ് ഈ ഒരു എ എന്നുള്ള സംഭവം അല്ലെങ്കിൽ ഈ റോബോട്ടിക്സ് അല്ലെങ്കിൽ ഓട്ടോമേഷൻ എന്നുള്ള രീതിയിൽ പല സ്കാമുകൾ നടക്കുന്നുണ്ട്. അവിടെയാണ് അതിൻ്റെ ഒരു സംഭവം വരുന്നത്. ഈ സ്കാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് തന്നെ ഇപ്പോൾ MTF പോലത്തെ സ്കാമുകൾ, ഈ സ്കാമുകളെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ സ്കാം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പൈസ ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ ചീത്ത വിളിക്കാനൊക്കെ ആൾക്കാരുണ്ടാവും. നമ്മൾ ഒരുപാട് ചീത്ത വിളി കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളത് തുറന്നടിച്ച് പറയുന്നുണ്ട് കാര്യങ്ങൾ, ഇതിങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ റിസ്ക് ഇങ്ങനെയൊക്കെ ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യൂ. ഒരിക്കലും ഇങ്ങനെ എല്ലാ ദിവസവും പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലുള്ള സ്ട്രാറ്റജീസ് കാര്യങ്ങൾ അതെ എല്ലാവർക്കും ചെയ്താൽ പോരെ. ഇനി ഈവൻ ഈ സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയവർക്ക് പോലും അത് തന്നെ ചെയ്തിരുന്നാൽ പോരെ. അങ്ങനെ പല ക്വസ്റ്റ്യൻസ് അതിലുണ്ട്. പക്ഷെ അതിലൊന്നും കാര്യമില്ല. പക്ഷെ അതിൽ സംഭവം പറയുന്നത് ഇതിൽ ഒരു ട്രേഡിങ് സംഭവങ്ങൾ ഫുള്ളി ഒരു ആൽഗോ അല്ലെങ്കിൽ ഓട്ടോമേഷൻ ലെവലിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. ഇപ്പം നമ്മൾ പറയും നമുക്കിപ്പോൾ ഒരു സ്ട്രാറ്റജി ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു പേഴ്സണലി ഇപ്പോൾ എനിക്ക് 3-4 സ്ട്രാറ്റജീസാണ് ഞാൻ മാർക്കറ്റിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന സ്ട്രാറ്റജീസ്. അത് മാർക്കറ്റിൻ്റെ ഒരു സൈക്കിൾസിനനുസരിച്ച്. അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജീസ് എനിക്ക് വേണമെങ്കിൽ കോഡ് ചെയ്തിട്ട് ഒരു പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട്, ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ അവൈലബിൾ ആണ്, പ്ലാറ്റ്ഫോംസ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം നമ്മൾ ബൈ ഓർഡർ പ്ലേസ് ചെയ്യാതെ സെൽ ഓർഡർ പ്ലേസ് ചെയ്യാതെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ ട്രേഡുകൾ എടുക്കുന്ന രീതിയിൽ നമുക്ക് ഒരുപാട് പ്ലാറ്റ്ഫോംസുകൾ ഉപയോഗിച്ചിട്ട് ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മുടെ ഹ്യൂമൻ എഫേർട്സ് അവിടെ കുറച്ചു. അപ്പോൾ എനിക്കിപ്പോൾ ട്രേഡ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അക്കൗണ്ടിൽ ഫണ്ട് ഇട്ടിട്ട് എനിക്ക് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ സ്ട്രാറ്റജി ഞാൻ തന്നെ ബിൽഡ് ചെയ്ത സ്ട്രാറ്റജീസ് ഉപയോഗിച്ചിട്ടോ എനിക്ക് എന്ത് ചെയ്യാം, എൻ്റെ ട്രേഡുകൾ ഞാൻ ക്രൈറ്റീരിയാസും കാര്യങ്ങളും കൊടുത്തിട്ട് ഇന്ന ക്രൈറ്റീരിയ വന്നു കഴിഞ്ഞാൽ ട്രേഡിൽ എൻ്റർ ചെയ്യുക, ബൈ ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക, ഇന്ന ക്രൈറ്റീരിയ വന്നു കഴിഞ്ഞാൽ ആ സ്റ്റോക്കിൽ നിന്ന് എക്സിറ്റ് ചെയ്യുക, സെല്ല് ചെയ്യുക എന്നുള്ള രീതിയിൽ ക്രൈറ്റീരിയ കോഡ് ചെയ്ത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിപ്പോൾ കുറേയൊക്കെ സിമ്പിളായി വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ആദ്യമൊക്കെ പ്ലാറ്റ്ഫോമുകൾ ഭയങ്കര കടുകട്ടിയായിരുന്നു, കോഡിംഗ് ഒക്കെ ചെയ്യാനായിരുന്നു. പക്ഷേ ഇപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് വന്നിരിക്കൊണ്ടിരിക്കുകയാണ് പ്ലാറ്റ്ഫോമുകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പം നമ്മളാണെങ്കിലും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് അത്. നമ്മൾ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രാറ്റജീസും കാര്യങ്ങളും കോഡ് ചെയ്തിട്ട് നമ്മളുടെ ഒരു നല്ല പോർട്ട്ഫോളിയോസ് അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യുന്നുണ്ട്. അത്യാവശ്യം നല്ല നമ്പർ ഓഫ് ആൾക്കാരുടെ പോർട്ട്ഫോളിയോസും നമ്മൾ അതിൽ മാനേജ് ചെയ്യുന്നു. അതെ, നമ്മൾ ഓട്ടോമേറ്റ് ചെയ്തിട്ട് അത് ചെയ്യുന്നത്. പക്ഷെ അവിടെയും ഇതിന് റിസ്ക് ഉണ്ട്. ഒരിക്കലും നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ക്യാപിറ്റൽ ഗ്യാരണ്ടിയോ ഒരു ക്യാപിറ്റൽ അഷ്യോർഡ് റിട്ടേണോ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല. ട്രേഡിങ്ങിൽ ഓട്ടോമേഷനിലാണെങ്കിൽ പോലും നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത് അവിടെയും പരാജയപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അതാണ് അവിടെ സംഭവം വരുന്നത്. ഇപ്പം നമുക്ക് മെഡിക്കൽ സയൻസിൽ ഇതിലൊക്കെ പറയുന്ന പോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എത്രത്തോളം അഡ്വാൻസ്ഡ് ആയാൽ പോലും അവിടെ പരാജയ സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം ആ ഒരു സാധ്യത നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം, ആ റിസ്ക് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം അതിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരു ടെക്നിക്കൽ എറർ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടാവില്ല, ചിലപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഓർഡർ പ്ലേസ് ആയിട്ടുണ്ടാവില്ല, ലോസ് കറക്റ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ല, അപ്പോൾ വലിയ ലോസിലോട്ട് പോകുന്ന സിറ്റുവേഷൻ വരാം. അങ്ങനെ പല രീതിയിലുള്ള ചിലപ്പോൾ ടെക്നിക്കൽ എറർ വന്നിട്ട് ഓർഡറുകൾ പ്ലേസ് ആവാം,
നമ്മൾ ക്രൈറ്റീരിയ കറക്റ്റ് മാച്ച് ആവാതെ ഓർഡർ പ്ലേസ് ഒക്കെ ആവും. അപ്പോൾ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ വരാം. നമുക്ക് ഒരിക്കലും ഇത് കംപ്ലീറ്റ്ലി 100% ഓക്കെ ആണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരം ടെക്നിക്കൽ എറേഴ്സും കാര്യങ്ങളൊക്കെ ജെനുവിൻ ആയിട്ടുള്ളത് പോലും വരുന്നു. അപ്പോൾ അവിടെ ഈ ഒരു ഇപ്പോൾ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം നേരത്തെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായിട്ട് ഇപ്പം ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തന്നെ ഇത്തരം സർവീസുകളും കാര്യങ്ങളും നമ്മൾ കാണുന്നതാണ്. ജെനുവിൻ ആയിട്ട് ചെയ്യുന്നതും അല്ലാത്തതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പറഞ്ഞ പോലെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടോപ്പിക് ഇപ്പോൾ ഈവൻ നമ്മളിത് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുന്നത് പോലും ഇപ്പോൾ ഞാനാണെങ്കിലും ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് കഴിഞ്ഞ പല പോഡ്കാസ്റ്റുകളിലും ഫേസ് ചെയ്തിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇത്. എല്ലാവരും ചോദിക്കാനുള്ളൊരു കാര്യം ഇപ്പോൾ ഇത് ട്രെൻഡിങ് ടോപ്പിക്കാണ് അല്ലേ. ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നുള്ള ടോപ്പിക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് വന്നതുകൊണ്ട് തന്നെ ഇത് മിസ്യൂസ് ചെയ്തിട്ട് പല ആൾക്കാർ ഈ സ്കാമുകൾ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ആൾക്കാർ കാണുമ്പോൾ ഇത് പുതിയൊരു സംഭവമാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന ഒരു പുതിയ സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ബേസിൽ ട്രേഡിംഗ് ചെയ്ത് കഴിഞ്ഞാൽ പൈസ ഉണ്ടാക്കാൻ പറ്റും എന്ന രീതിയിൽ ആൾക്കാർ പോയിട്ട് ചെന്നപ്പെടുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അവിടെ AI അല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ നേരത്തെ പല പോഡ്കാസ്റ്റിലും പറഞ്ഞിട്ടുള്ള സംഭവമാണ്. AI ട്രേഡ് ചെയ്യല്ല ചെയ്യുന്നത്. AI വെച്ചിട്ട് നമുക്ക് സ്ട്രാറ്റജീസ് കാര്യങ്ങളൊക്കെ ബിൽഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അത് വെച്ച് നമുക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നതിൽ കൺസെപ്റ്റിൽ വരുന്ന തന്നെയാണ് ഈ ഓട്ടോമേഷനും കാര്യങ്ങളൊക്കെ. പക്ഷേ അത് ഓൾറെഡി മാർക്കറ്റിൽ ഉള്ളതാണ്. അതിപ്പോൾ പുതുതായിട്ട് വന്നിട്ടുള്ള സാധനം അല്ല എന്നുള്ളതാണ് ആൾക്കാർ എന്ത് ചെയ്യേണ്ടത് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ റിസ്ക് ഉണ്ട്. അത് മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ സിംപ്ലി പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ടെക്നോളജി വന്നാൽ പോലും എപ്പോഴും ഹ്യൂമൻ ബ്രെയിൻ ഉപയോഗിച്ച് ട്രേഡ് ചെയ്യുന്നതാണ് എൻ്റെ ബ്രില്യൻസ്. അതെ, കാരണം ഇത് മാർക്കറ്റിലോട്ട് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ ബയേഴ്സ് ഉണ്ട്, സെല്ലേഴ്സ് ഉണ്ട്, ആൾക്കാർ വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. ഈ ഒരു ട്രാൻസാക്ഷൻ കാര്യങ്ങളും അവിടെ ഹ്യൂമൻ മൈൻഡും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ എമോഷൻസും കാര്യങ്ങളും ബൈയിങ് ഇൻട്രസ്റ്റും കാര്യങ്ങളും ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കുറേ കാര്യങ്ങൾ അതിനെ ഇമ്പാക്ട് ചെയ്തിട്ട് വരുന്നതാണ്. ഇപ്പോൾ ഒരു കമ്പനിയുടെ ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയുടെ ഷെയറുകൾ ഒരാൾ പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പല കാര്യങ്ങൾ വരുന്നുണ്ട്. ആ കമ്പനി പ്രോഫിറ്റബിൾ ആകുന്നതുകൊണ്ട് വാങ്ങുന്ന ആൾക്കാരുണ്ടാവും, ആ കമ്പനിയുടെ ബിസിനസ് സാധ്യത കണ്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ ഷോർട്ട് ടേമിൽ ആ ഒരു കമ്പനി നല്ല രീതിയിൽ പെർഫോം ചെയ്യണമെന്ന രീതിയിൽ കാണുന്നുണ്ടാവും. അങ്ങനെ പല എമോഷൻസാണ് ആൾക്കാർ. അങ്ങനെ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ഓരോ മനുഷ്യന്മാരും തമ്മിൽ ഡിഫറൻസ് ഉള്ളത് കൊണ്ടാണ് ആ ഒരു ഡിഫറൻസ് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ബൈ ചെയ്യുമ്പോൾ അപ്പുറത്ത് സെല്ലർ ഉള്ളത് അല്ലേ. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒരു ഓട്ടോമേഷൻ ആൽഗോയിലോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആ എമോഷൻസ് വരില്ല. അവിടെ എന്ത് ചെയ്യണം, അവിടെ കംപ്ലീറ്റ് സിസ്റ്റമാറ്റിക് ആയി പോവാണ്. അതൊരിക്കലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പോൾ ഈ എമോഷൻസും കാര്യങ്ങളും ഈ ഒരു ഹ്യൂമൻ ഇൻട്രാക്ഷൻസ് അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിന്റെ അൽഗോരിതത്തിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എനിക്ക് മനസ്സിലായതേ ഈ ടെക്നോളജികളെല്ലാം സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യാനായിട്ട് വേണം ട്രേഡിങ്ങിൽ ഇത് ഉപയോഗിക്കാം. പക്ഷെ എന്താണ് ഉപയോഗിക്കുന്നതിലും ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് അത് ചെയ്യണം, അത് പഠിക്കണം, അത് പഠിച്ചിട്ട് തന്നെ ചെയ്യാൻ പാടുള്ളൂ. ഇതെന്താ വിഷയം എന്ന് പറയുമ്പോൾ ഇപ്പോൾ പലപ്പോഴും ഇതിനെ മാർക്കറ്റ് ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ ഈ മെഷീൻ ഈ സോഫ്റ്റ്വെയർ ഒന്ന് ചെയ്തോളും, അല്ലെങ്കിൽ ഇനി AI സാധനം ചെയ്തോളും, നിങ്ങളൊന്നും ബുദ്ധിമുട്ടണ്ട, നിങ്ങൾ പറയണമെങ്കിൽ എല്ലാവരും പണക്കാരായി മാസം 100% പ്രോഫിറ്റ് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കാം. സിമ്പിൾ ആയിട്ടൊന്ന് ആലോചിച്ചാൽ മതി. ഇപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്ര അംബാനികൾ ഉണ്ടാവും? ഒരു വർഷം അത് കോമ്പൗണ്ട് ചെയ്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ എത്ര കോടി രൂപ ഉണ്ടാക്കാൻ പറ്റും. അത് പലപ്പോഴും തിരിച്ചു ചോദിക്കുമ്പോഴേ അവിടെയും അവർ പറയണത് അവിടെയും റിസ്ക് ഉണ്ട് എന്ന രൂപത്തിലാണ് പറയുന്നത്. അപ്പോൾ ആ റിസ്ക് പറയുന്നത് മനസ്സിലാക്കേണ്ടത്. സന്തോഷം, ഇത് നിങ്ങളെപ്പോലുള്ള ഒരാൾ തന്നെ ഇത് പറയുമ്പോൾ അതിനൊരു അതോറിറ്റി ആയിട്ട് മാറില്ല. എല്ലാവിധ ആശംസകളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു സോ മച്ച്.